ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അപ്പോൾ രാധികാമ്മ വരുണിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വരുൺ, ഇതെന്തായാലും ഗീതു കുറ്റസമ്മതം നടത്തിയതുപോലെയാണ്. അതുകൊണ്ട് എന്തായാലും പെട്ടെന്ന് തന്നെ ഡിവോഴ്സിനുള്ള കാര്യങ്ങൾ ഏർപ്പാടാക്കുക, വക്കീലിനെ എത്രയും പെട്ടെന്ന് വിളിക്കണം എന്നും പറഞ്ഞുകൊണ്ട് രാധിക അങ്ങ് പോവുക. അപ്പോൾ സുവർണ വെറുതെ തല്ലും കൊണ്ടു എന്നും പറഞ്ഞിട്ട് സുവർണയും പോവുക. അപ്പോൾ വരുണിരുന്ന് ചിരിക്കുകയാണ്. ഈ സമയം പിന്നീട് ഗോവിന്ദനെയാണ് കാണിക്കുന്നത്. ഗോവിന്ദൻ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. എന്നാലും അമ്മയൊക്കെ ഇതിനിടയിൽ ഉണ്ടല്ലോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് അപ്പോഴേക്കുമാണ് അജാസ് വരുന്നത്. അജാസ് വന്നിട്ട്, സാർ. എന്താ അജാസ്? എനിക്ക് സാറിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താ അജാസ്? എന്താണെങ്കിലും പറഞ്ഞോ. സാർ, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. പരസ്പരം എല്ലാവരും കൂടെ ഗീതുവിനെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് എന്തിനാ? ഗീതു ഒരിക്കലും തെറ്റായിട്ടുള്ളൊരു വഴിയിൽ പോയിട്ടില്ല സാർ. ഞാൻ കുറച്ച് നാൾ ഗീതുവിൻ്റെ ഒരു ബോഡി ഗാർഡായിട്ടും ഒരു ഫ്രണ്ടായിട്ടും ഒരു ആങ്ങളയായിട്ടൊക്കെ കൂടെ ഉണ്ടായിരുന്നതാണ്. അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും ഗീതു കിഷോറുമായിട്ടുള്ളൊരു ബന്ധം സ്ഥാപിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല സാർ. എന്തായാലും എനിക്കിതൊക്കെ കാണുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ട്. ഒരിക്കലും ഇങ്ങനെയൊന്നും പറയരുത് സാർ. ഗീതുവിനെ മനഃപൂർവ്വം ഇവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടി രാധിക മാമും വരുൺ സാറൊക്കെ കൂടെ ചേർന്ന് ചെയ്യുന്ന കാര്യങ്ങളാണിതൊക്കെ. അതൊന്നും സാറ് കണ്ണുടച്ച് വിശ്വസിക്കരുത്. അജാസിനും ഗീതുവിനോടുള്ള സ്നേഹവും ഈ കരുതലൊക്കെ കാണുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്, സന്തോഷവും തോന്നുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ? അവള് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവളെ എനിക്ക് വേണ്ട അജാസ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്തൊക്കെയായാലും എല്ലാവരും പറയുന്നത് വിശ്വസിക്കാനല്ലേ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇല്ല സാർ, ആര് പറയുന്നതും വിശ്വസിക്കരുത്. ഒരിക്കലും ഗീതു അങ്ങനെയൊന്നും ചെയ്യില്ല സാർ. എനിക്ക് നല്ല ഉറപ്പുണ്ട്. സാറിന് വേണ്ടി ജീവൻ വരെ കളയാൻ നടന്ന പെണ്ണാ ഗീതു. അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും സാറിനെ വിട്ട് മറ്റൊരാളുടെ ഒപ്പം പോകുമെന്ന് തോന്നുന്നുണ്ടോ? എന്തൊക്കെയായാലും അത് പഴയ കാമുകനല്ലേ അജാസ് എന്നൊക്കെ ഗോവിന്ദ് ഇവിടെ അജാസിനെയും വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഈ സമയം രാധിക അങ്ങോട്ട് കയറി വരിക. അജാസ് എല്ലാം കുളമൊക്കെ ഒന്ന് കരുതിയിട്ട് രാധിക, അജാസിന് എന്താ ഇവിടെ കാര്യം? അത് പിന്നെ മാം, ഞാൻ കുറച്ച് കാര്യങ്ങൾ സാറിനോട് സംസാരിക്കാൻ. എന്നാൽ പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഗോവിന്ദനോട് സംസാരിക്കാനുണ്ട്. അജാസ് പോ, പിന്നെ വന്നാൽ മതി. അത് കേട്ടതും അജാസ് പുറത്തേക്ക് പോയി. അജാസ് പുറത്തേക്ക് പോയതും ഗോവിന്ദനോട് രാധിക, കണ്ണാ, എന്തൊരു കഷ്ടമാടാ ഇത്. അവൾ ചെയ്തു കൂട്ടുന്നൊന്നും മനസ്സിനെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലടാ. എന്തായാലും ഇതുപോലൊരു മാരണത്തെയാണ് നമ്മൾ തലയിലെടുത്ത് വെക്കുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അന്നേ ഈ കല്യാണം മുടക്കിയാനായിരുന്നു. ഇതിപ്പോൾ വല്ലാത്തൊരു കഷ്ടമാണല്ലോ മോനെ. എന്ത് ചെയ്യാനാ? പരസ്പരം നിങ്ങളിങ്ങനെ തല്ലുകൂടുന്നതൊക്കെ നിൻ്റെ പേരിനെ ബാധിക്കും. ഗോവിന്ദ് മാധവൻ എന്നുള്ള നിൻ്റെ പേരില്ലാതായാൽ പിന്നെ എന്തിനാടാ നീ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നത്? എന്തിനു വേണ്ടിയാ ഏതു നേരവും ഗീതുവിനോട് വഴക്കടിക്കുന്നേ? അതുകൊണ്ട് ഞാൻ പറയുക, എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഡിവോഴ്സ് നടത്തണം. അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അമ്മ ചെയ്യുന്നുണ്ട്. പേടിക്കണ്ട, നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ ഡിവോഴ്സ് നടത്താനുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ വക്കീലിനോട് സംസാരിക്കാം. ഇല്ലമ്മേ, എന്തൊക്കെ പറഞ്ഞാലും അവൾ ആ കിഷോറിനെ സ്നേഹിക്കുന്നത് എനിക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എന്തിനാ അവൾ എന്നെ ഇങ്ങനെ ചതിക്കുന്നേ? ഇതിനും വേണ്ടും ഞാൻ അവളോട് എന്ത് തെറ്റാ ചെയ്തത്? ഞാനൊരു തെറ്റും അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടില്ലല്ലോ അമ്മേ എന്നൊക്കെ പറയണം. അറിയാം മോനെ, എനിക്കെല്ലാം അറിയാം. പക്ഷെ എന്ത് ചെയ്യാനാ? കിട്ടിയൊരു ജീവിതം അത് സന്തോഷത്തോടെ ജീവിക്കാൻ മോന് യോഗമില്ലാന്ന് കരുതിയാൽ മതി. സാരമില്ല, ഗീതുവിനേക്കാളും നല്ലൊരു പെണ്ണിനെ നമുക്ക് കണ്ടുപിടിക്കാം. മോൻ വിഷമിക്കാതെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധിക ഇങ്ങനെ നിൽക്കണം. അപ്പോഴേക്കും ഗോവിന്ദ് കരയുന്നത് പോലെ തല കുമ്പിട്ടിരിക്കുക. ഈ സമയം രാധിക ഭയങ്കരമായിട്ടൊരു ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോവുകയാണ്. അങ്ങനെ രാധിക പോയി കഴിഞ്ഞതും ഗോവിന്ദ് പതുക്കെ കണ്ണുനീർ തുടച്ചു. അതിനുശേഷം മനസ്സിൽ എന്തൊക്കെയോ ആലോചിച്ചു. എന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റു. മാധവൻ്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ പോയി നിന്ന് കരഞ്ഞു. ഞാൻ വിശ്വസിക്കുന്നവരെല്ലാം എന്നെ ചതിക്കുകയാണല്ലോ അച്ഛാ. ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചതാ രാധികാമ്മയെയും വരുണിനെയും. സ്വന്തം അനിയനെപ്പോലെയും സ്വന്തം അമ്മയെപ്പോലെയും സ്നേഹിച്ചവർ അവർ തന്നെ എന്നെ ഇങ്ങനെ പറയുവാണല്ലോ. അവരെന്നെ കുറ്റപ്പെടുത്തുവാണല്ലോ. അവരെന്നെ എൻ്റെ ജീവിതം ഇല്ലാതാക്കാൻ ശ്രമിക്കുവാണല്ലോ അച്ഛാ. ഗീതു എന്നോട് പലപ്പോഴും എല്ലാം പറഞ്ഞപ്പോൾ ഞാനൊന്നും വിശ്വസിച്ചില്ല. ഇവിടെ പ്രതിസ്ഥാനത്ത് രാധികാമ്മയും വരുണും വന്ന് നിൽക്കുന്നത് എനിക്ക് സങ്കടമുള്ള കാര്യമാണ്. പക്ഷെ എന്തിനു വേണ്ടി അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞാൻ സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണാൻ അവർക്ക് കഴിയുന്നില്ലെങ്കിൽ അതെന്നോട് തുറന്നു പറഞ്ഞാൽ പോരെ അച്ഛാ. മറഞ്ഞു നിന്ന് എന്തിനാ എന്നെ പുറംകാലം കൊണ്ട് തൊഴിക്കുന്നേ എന്നൊക്കെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഗോവിന്ദ്. സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് വിഷമമുണ്ട്. എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. ഈശ്വര, ഞാൻ ഒരിക്കലും എൻ്റെ രാധികാമ്മ ഇതിലുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചതല്ല. ഗീതു പറഞ്ഞപ്പോഴും ഞാൻ വിശ്വസിച്ചതുമല്ല. എന്നാൽ ഇവിടെ രാധികാമ്മയും വരുണുമാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് അറിയില്ല എന്ത് ചെയ്യണമെന്ന് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് നിൽക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്ന ഗീതുവിനെയാണ്. ഗീതു ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിഷോർ അങ്ങ് കയറി ചെല്ലുക. മാഡം, എന്താ കിഷോർ? ഇവിടെ എല്ലാവരും നമ്മുടെ റിലേഷൻഷിപ്പിനെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മാഡത്തിന് ഒന്നും പറയാനില്ലേ?
ഞാൻ എന്ത് പറയാനാ കിഷോർ? എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുക. ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു ബന്ധത്തിൽ തന്നോടൊപ്പം നിന്നിട്ടുണ്ടോ? ഇല്ല. എപ്പോഴും എൻ്റെ കണ്ണേട്ടനെ എനിക്ക് വിശ്വാസം. പക്ഷേ ഇതിൻ്റെ പേരിൽ എൻ്റെ കണ്ണേട്ടൻ എന്നെ വിട്ടു പോയാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്നും ഗീതു അവിടെ നിന്ന് അഭിനയിച്ചുകൊണ്ട് കരയുക. ഇത് കേട്ടത് കിഷോറിന് മനസ്സിൽ ചിരി വരിക. ചിരിച്ചുകൊണ്ട് കിഷോർ, മാഡം പേടിക്കൊന്നും വേണ്ട. ഒരിക്കലും ഗോവിന്ദ് സാറ് മാഡത്തിനെ വിട്ടിട്ട് പോയാലും മാഡം ധൈര്യമായിട്ടിരിക്കുക. അവർണിക എന്നെ ഡിവോഴ്സ് ചെയ്യാൻ കാത്തിരിക്കുമോ, എന്നെ ഡിവോഴ്സ് തരാമെന്നൊക്കെ പറഞ്ഞു. അത് കേട്ടതും ഗീതു, എന്നിട്ട് എന്തിനാ നിന്നോടൊപ്പം ഞാൻ ജീവിക്കണമെന്ന് പറയാനോ? അപ്പോഴേക്കും അവർണിക കയറി വരിക. എന്താ ഇവിടെ ഒരു ഗൂഢാലോചന? അത് കേട്ടതും, അത് പിന്നെ ഒന്നുമില്ല അവർണിക, വേണ്ട. നിങ്ങൾ രണ്ടും കൂടെ ചേർന്ന് എന്തൊക്കെ ഗൂഢാലോചന നടത്തുക. അതേ ഗീതാഞ്ജലി, എൻ്റെ ഹസ്ബൻഡിനെ ഇവിടെ പിടിച്ചു നിർത്തിയിട്ട് നീ എന്തൊക്കെയാണ് സംസാരിക്കുന്നത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ ഭർത്താവിനെ തട്ടിയെടുത്തിട്ട് ഉള്ള കളിയൊന്നും ഇവിടെ നടക്കില്ല. ഞാൻ അതിനെ അനുവദിക്കില്ല. എന്തൊക്കെ സംഭവിച്ചാലും ശരി, എൻ്റെ ഭർത്താവിനെ ഒരു പോറൽ പോലും എടുക്കാൻ ഞാൻ അനുവദിക്കില്ല. അത് കേട്ടതും, എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹവും ഇല്ല. തൻ്റെ ഭർത്താവിനെ എനിക്ക് കൂടെ കൊണ്ട് നടക്കണമെന്നുമില്ല. പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എനിക്കാകെ വേണ്ടത് എൻ്റെ കണ്ണേട്ടനെ മാത്രം. ഹോ, പുറമെ ഒരു ഭർത്താവിനെ സ്നേഹിക്കുന്ന പോലെ അഭിനയിച്ചിട്ട് അകത്ത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇട്ടുകൊണ്ട് നടക്കുന്നത് ശരിയല്ല. എന്തൊക്കെയായാലും നിങ്ങൾ ചെയ്യുന്നത് ശരിയായ കാര്യമല്ല ഗീതാഞ്ജലി. എൻ്റെ കിച്ചുവിനെ തട്ടിയെടുക്കാൻ നോക്കിയാൽ ഞാൻ വെറുതെ വിടില്ല എന്ന് പറയാണ്. ഇത് കേട്ടതും, ഇവക്കടെ ഒരു കെട്ടിയൻ, എനിക്ക് ഇയാളെ കാണുമ്പോൾ തന്നെ കലി കയറുന്നുണ്ട്. എന്താടാ നീ നോക്കി നിൽക്കുന്നേ? എന്താടാ ഒരക്ഷരം പറയാത്തേ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന ഫയലുകളെല്ലാം എടുത്ത് ഗീതു കിഷോറിൻ്റെ നേരെ എറിയുക. എന്താ ഗീതു ഈ കാണിക്കുന്നേ? ഗീതു എറിയല്ലേ, ഗീതു വേദനിക്കുന്നു, എറിയല്ലേ എന്ന്. പോടാ, പൊയ്ക്കൊള്ളണം അവിടുന്ന്. ഇത്രയൊക്കെ അവർണിക പറഞ്ഞിട്ടും ഒരു മറുപടി പോലും പറയാതെ വായം പൊളിച്ച് നോക്കി നിൽക്കുന്ന നെപ്പ് കണ്ടില്ലേ? ചാകട പന്നി എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും എറിയുക. എന്നിട്ട് ഗീതു ആ ക്യാബിൻ വഴി പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് കിഷോറിൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിക്കുക, അവർണികയും കുത്തിപ്പിടിക്കുക. പറ, എൻ്റെ ഭർത്താവിനെ തട്ടിയെടുക്കാൻ നോക്കുമല്ലേ? അപ്പോൾ എനിക്ക് നിൻ്റെ ഭർത്താവിൻ്റെ ഒരാവശ്യമില്ലടി എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അവിടെ ഇരുന്ന് തകർപ്പനായിട്ട് അഭിനയിക്കണം. അപ്പുറത്തും ഇപ്പുറത്തും കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ടാണ് അഭിനയവേ. കിഷോർ രണ്ട് പെണ്ണുങ്ങളുടെ ഇടയിൽപ്പെട്ട് ഒരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക, എന്ത് ചെയ്യണമെന്നറിയാതെ. അപ്പോൾ ഗീതു കിഷോറിനൊരു ഒറ്റ തള്ള്. കിഷോർ തെറിച്ചു പോയി വീണു. എന്തായാലും നീ ചെയ്തൊന്നും എനിക്ക് മറക്കാൻ കഴിയില്ല. ഒരിക്കലും നിന്നെ എനിക്ക് ഉൾക്കൊള്ളാനും കഴിയില്ല. ആര് പറഞ്ഞു പറ്റില്ല എന്ന്? പഴയ കാമുകനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നീ എന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ? അതെ, പറഞ്ഞിട്ടുണ്ട്. കിഷോറും ഞാൻ സ്നേഹിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് കിഷോറിൻ്റെ പേര് ഞാൻ മനഃപൂർവ്വം പറയാതിരുന്നതാ എന്ന് ഗീതു. അങ്ങനെ ഞാൻ സമ്മതിക്കില്ല. എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ കിഷോറിനെ എനിക്ക് വേണം. അതുകൊണ്ട് നിനക്ക് ഞാൻ വിട്ടു തരില്ലടി എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് പിടിയും വലിയും. കിഷോറിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇരുന്ന് നിൽക്കുക. ഈ സമയം അവർണിക തുടങ്ങി, എടാ നീ ഇവളുമായിട്ടുള്ള സംസാരമൊക്കെ ഞാൻ കണ്ടതാ. ഇനി ഞാൻ അതിന് സമ്മതിക്കില്ലടാ. എനിക്കൊരു ഉത്തരം തരാതെ ഒരിക്കലും നീ ഇവളുമായിട്ട് മിണ്ടാൻ പാടില്ല, മനസ്സിലായോടാ? നിന്നെപ്പോലൊരു ഭർത്താവിനെ എനിക്ക് വേണ്ടടാ എന്നും പറഞ്ഞുകൊണ്ട് അവർണികയും കുറേ അടിയടിച്ച് തള്ളിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ പോകുക. അപ്പോഴേക്കും ഗീതു, അവർണിക പോകല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അവർണികയുടെ പിന്നാലെ ഓടുക. അപ്പോഴേക്കും കിഷോറിൻ്റെ കൈ അവിടെ ഉണ്ടായിരുന്നു. അത് ഗീതു കണ്ടു. പെട്ടെന്ന് തന്നെ കിഷോറിൻ്റെ കയ്യിലേക്ക് ഹീലിട്ട ചെരുപ്പ് കൊണ്ട് ഒരൊറ്റ ചവിട്ട്. കിഷോറാണെങ്കിൽ വേദന കൊണ്ട് പൊളയോ. അയ്യോ വേദനിക്കുന്നു ഗീതു, കൈ. ഒരു രക്ഷയുമില്ല. അത് കേട്ടിട്ടും ഗീതു കേൾക്കാത്ത പോലെ കോലിട്ട് ഞെരിച്ചുകൊണ്ടിരിക്കുക. അവർണിക നിക്ക് അവർണിക പോലെ എന്നും പറഞ്ഞുകൊണ്ട് ഈ സമയം ഗീതു അതിനെ വിട്ടേക്കാം എന്നും പറഞ്ഞുകൊണ്ട് നോക്കുക. എന്താ പറ്റിയ ഗീതു? എൻ്റെ കൈ. അപ്പോഴേക്കും ഗീതു ചെരുപ്പ് കാല് മാറ്റിയത് കിഷോറിൻ്റെ കൈ നല്ല ചുവന്ന് തടിച്ച് കിടക്കും അവിടെ. എന്തൊരു വേദന എൻ്റെ പൊന്നെ എന്ന് പറയുകയാണ്. ഈ സമയം ഗീതുവും ക്യാബിനിൽ നിന്നും വെളിയിലേക്ക് പോവുക. അപ്പോൾ അവർണിക അവിടെ നിന്ന് കരയുമായിരുന്നു. ഗീതു അങ്ങോട്ട് ചെന്നു. അവർണിക, എനിക്ക് സങ്കടം സഹിക്കുന്നില്ല ഗീതാഞ്ജലി. എനിക്ക് മനസ്സിലാവുന്നുണ്ട് അവർണിക, സ്വന്തം ഭർത്താവിനെ കുറ്റപ്പെടുത്തുമ്പോഴും അയാളെ തല്ലുമ്പോഴും ഒരു ഭാര്യയ്ക്ക് എന്തുമാത്രം വേദനയുണ്ടാവുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എനിക്ക് സങ്കടം അവനെ തല്ലിയതുകൊണ്ടല്ല, ഞാൻ അവൻ്റെ ഭാര്യയായി പോയല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ്. ഇത്രയും വലിയൊരു ചതിയൻ എൻ്റെ ഭർത്താവായല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എല്ലാം കൊണ്ടും വിജയിച്ച ഞാൻ ഒരു ഭർത്താവിനെ തിരഞ്ഞെടുക്കുന്നതിൽ തോറ്റുപോയല്ലോ എന്ന് ഓർത്തപ്പോൾ സങ്കടം സഹിക്കാൻ പറ്റാതെ ഞാൻ ചെയ്തേ. ഗീതാഞ്ജലി പേടിക്കണ്ട, അവനോട് എന്ത് പ്രതികാരം ചെയ്യാനാണെങ്കിലും ഞാൻ ഒപ്പം ഉണ്ടാവും. എന്തൊക്കെ സംഭവിച്ചാലും ഗീതാഞ്ജലി ധൈര്യമായിട്ടിരിക്കും. എനിക്കൊന്നേ പറയാനുള്ളൂ, അവനൊരു ചതിയനാ. അവനെപ്പോലൊരു ഫ്രോഡിനെ ഉറപ്പായിട്ടും നമ്മൾ പ്രതികാരം ചെയ്ത് ഇല്ലാതാക്കണം. അതെ, അത് തന്നെയാണ് അവർണിക ചെയ്യേണ്ടത്. ഇപ്പം എനിക്കെന്തോ പ്രതികാരം ചെയ്യാനുള്ളൊരു ഇത് തോന്നുന്നു, ധൈര്യം. ഒരാളും കൂടെ ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ പേടിക്കേണ്ട ഗീതാഞ്ജലി, ഞാനൊപ്പം ഉണ്ടാവും. പ്രതികാരം എങ്ങനെയും ചെയ്യാമെന്ന് എന്നെ പഠിപ്പിച്ച ആളാണ് ഗീതാഞ്ജലി. അങ്ങനെയുള്ളപ്പോൾ ഗീതാഞ്ജലിയെ ഒരിക്കലും ഞാൻ കൈവിടില്ല. എൻ്റെ ഭർത്താവെന്ന് പറയുന്നവൻ ഈ ലോകത്ത് ഒരിക്കലും ജീവിച്ചിരിക്കാൻ അർഹതയില്ലാത്തവനാ. പക്ഷേ അവൻ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ്
എന്തൊക്കെ സംഭവിച്ചാലും എല്ലാം കൊണ്ടും അവനെ പറഞ്ഞ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കിക്കണം. അതിന് വേണ്ടുന്ന കാര്യങ്ങളാണ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടും നമ്മുടെ അപർണിക അങ്ങനെ നിൽക്കുവാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗീതു പോകാനായിട്ട് വരുമ്പോഴേക്കും അജാസിനെയാണ്. എന്തൊക്കെയാണ് ഗീതു ഇവിടെ നടക്കുന്നേ, ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. കിഷോർ എന്ന് പറയുന്നവൻ ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യങ്ങൾ കാരണം ഗോവിന്ദ് സാർ വരെയും ഗീതാഞ്ജലിയെ സംശയിക്കുകയാണ്. എനിക്കറിയാം അജാസിക്ക, എനിക്കതൊന്നും ഉൾക്കൊള്ളാൻ പോലും കഴിയുന്നില്ല. ഒരിക്കലും ഞാൻ കിഷോറിൻ്റെ പിന്നാലെ പോയിട്ടില്ല. എന്നിട്ടും ഇവിടെയുള്ളവർ മുഴുവനും ഞാൻ കിഷോറിൻ്റെ പിന്നാലെ പോകുകയെന്നും പറഞ്ഞ് കണ്ണേട്ടനെ തെറ്റിദ്ധരിപ്പിക്കുക. എനിക്കറിയാം ഗീതു, എന്തായാലും ഗീതു പേടിക്കൊന്നും വേണ്ട. അവനോട് ഞാൻ ചോദിച്ചോളാം. ഇതിനുള്ള അടി അവന് ഞാൻ കൊടുത്തേക്കാം. അവൻ അടിയും കൊടുത്ത് ഈ നാട്ടിൽ നിന്നും പറഞ്ഞു വിടേണ്ട കാര്യം എനിക്ക് വിട്ടു തന്നേരെ. ഏയ് അതൊന്നും വേണ്ട ജസിക്ക. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ. എന്നെ ആദ്യമായിട്ട് ആങ്ങളെ ചേട്ടാന്ന് വിളിച്ച ഒരാളാ ഗീതു. എൻ്റെ സ്വന്തം പെങ്ങളായിട്ട് ഞാൻ ഗീതുവിനെ കാണുന്നേ. അങ്ങനെയുള്ളപ്പോൾ ഒരു പെങ്ങൾക്ക് എന്തെങ്കിലും ആപത്ത് വന്നാൽ ആങ്ങള അതിനെക്കുറിച്ച് ചോദിക്കണ്ടേ? ആങ്ങളയ്ക്ക് നോക്കി നിൽക്കാൻ പറ്റുമോ? അത് കേട്ടതും എന്നാൽ ജാസിക്കയോട് ഞാനൊരു സത്യം പറയട്ടെ എന്നും പറഞ്ഞ് ഗീതു പറയാൻ തുടങ്ങി. ഇതൊക്കെ ഞങ്ങളുടെ വെറും നാടകം കളിയാണ്. കണ്ണേട്ടനും അവർണികയ്ക്കും എനിക്കും എല്ലാം അറിയാം. കിഷോർ എന്നെ ചതിച്ചതാണെന്നും കിഷോറിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അവർണികയോട് പറയുകയും ചെയ്തു. ഇപ്പം എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മൂന്നുപേരും കൂടെ കളിക്കുന്നത്. അതുമാത്രമല്ല, രാധികാമ്മ അവരും ഇതിനിടയിലുണ്ടെന്ന് ഗോവിന്ദ് സാറിന് മനസ്സിലായി. അത് കേട്ടതും സത്യമാണോ ഗീതു ഈ പറയുന്നത്? സത്യമായിട്ടും എല്ലാം മനസ്സിലായതുകൊണ്ട് തന്നെയാണ് കണ്ണേട്ടൻ ഒന്നും മിണ്ടാതിരിക്കുന്നത്. പിന്നെ ഇതൊക്കെ ഞങ്ങളുടെ നാടകം കളിയുമാണ്. ഒരിക്കലും കണ്ണേട്ടൻ എന്നെ വിട്ട് പോയേയില്ല. കണ്ണേട്ടൻ ആ വാക്ക് എനിക്ക് തന്നിട്ടുമുണ്ട്. കിഷോർ എന്തൊക്കെ പറഞ്ഞാലും തലകീഴായി നിന്നാലും ഒരിക്കലും എന്നെ അവിശ്വസിക്കില്ല എന്നുള്ള വാക്ക് എനിക്ക് കണ്ണേട്ടൻ തന്നു. അത് മാത്രം പോരേക്ക. പക്ഷേ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ ഗീതു. എന്തൊക്കെയായാലും അവൻ ചെയ്തത് ഒരു ചെറ്റത്തരമല്ലേ? സ്വന്തം ഭാര്യയെ തെറ്റിദ്ധരിപ്പിച്ച് അവൻ ഗീതുവിനെയും അവർണികയും തമ്മിൽ തെറ്റിക്കാൻ നോക്കി. അതിനുശേഷം ഗോവിന്ദ് സാറിനെയും ഗീതുവിനെയും തമ്മിൽ തെറ്റിക്കാൻ നോക്കി. അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്ന അവനൊരു സമ്മാനം കൊടുക്കണ്ടേ? ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട അജാസിക. അവന് വേണ്ടത് ഞാനും അവർണികയും മാറി മാറി കൊടുക്കുന്നുണ്ട്. എന്തായാലും ആങ്ങളെ എന്ന നിലയ്ക്ക് എൻ്റെ വകയും ഒരെണ്ണം കൊടുക്കണ്ടേ? എല്ലാം കൊണ്ടും അവൻ ജയിച്ചു എന്നും നമ്മളൊക്കെ തോറ്റു എന്നുമുള്ളൊരു രീതിയിൽ ഒരടി, അതല്ലേ നല്ലത്. അങ്ങനെ കിട്ടുമ്പോൾ ഒരടി കിട്ടിയതിൻ്റെ സന്തോഷവും അവനുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഒക്കെ കൊടുത്തോ, എനിക്കതിൽ സങ്കടമൊന്നുമില്ല. എത്ര അടി അവന് കൊടുത്താലും അതിന് കുറ്റം പറയാനുമില്ല. എന്നാൽ പിന്നെ പെങ്ങക്കടെ ഒരു അനുവാദം കിട്ടിയല്ലോ, ഇപ്പം തന്നെ അവൻ്റെ കാര്യം ഞാൻ തീർത്തേക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അജാസ് അവിടെ നിന്നും പോവുകയാണ്. ഈ സമയം ഗീതു, എടാ കിഷോറെ, നിൻ്റെ നാശം തുടങ്ങിക്കഴിഞ്ഞടാ. നീ എന്തായാലും ഇനി തീരും. ആർക്ക് വേണ്ടിയാണോ നീ ഈ ജോലി ചെയ്തത്? അവർ പോലും നിന്നെ തള്ളിക്കളയോടാ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കിഷോർ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് കിഷോറിനെയും ഭദ്രനെയുമാണ്. കാറിനകത്തിരുന്ന് മദ്യം കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും ഭദ്രൻ ചോദിക്കുക, അല്ലടാ അന്ന് നിൻ്റെ കയ്യിലൊരു വീഡിയോസ് ഉണ്ടായിരുന്നല്ലോ, ആ വീഡിയോസ് എനിക്കെപ്പോഴാണ് തരുന്നത് എന്നും. അത് കേട്ടതും അതൊന്നും തരാൻ പറ്റില്ല. അല്ലെങ്കിലും അതൊക്കെ തരാൻ പറ്റുന്ന കാര്യമാണോ? പിന്നെ അത് തന്നാലല്ലേ എനിക്ക് നിന്നോട് പണം മേടിക്കാൻ പറ്റൂ. എടാ എനിക്ക് ആ പണമൊന്നും പോരാ, എനിക്ക് കുറച്ചും കൂടെ കാശ് കിട്ടണം. ഞാൻ എന്തായാലും രാധികാ മേഡത്തിനോട് പറയാം കുറച്ചുകൂടെ കാശ് തരാൻ. അവർ തന്നാൽ ഞാൻ ആ അങ്കിളിന് തരാം. എൻ്റെ മോനെ കിഷോറേ, എൻ്റെ ആവശ്യങ്ങളൊക്കെ ഞാൻ ആരോട് പറയാനാ? നിങ്ങളോടല്ലാതെ. അതുകൊണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് കാശ് കിട്ടിയേ പറ്റൂ. തരാ അങ്കിളെ. അത് കേട്ടതും നമ്മുടെ ഭദ്രൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്ന് മദ്യം കഴിച്ച് മിച്ചറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും സരസ്വതിയും പിന്നെ ശ്രീജയൊക്കെ അങ്ങോട്ട് വരികയാണ്. മോളെ ദേ കണ്ടോ, ആ കാറിനകത്തിരിക്കുന്നത് ഗീതുവിൻ്റെ അച്ഛനാ. ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അവനെ മയക്കിയെടുക്കാൻ വേണ്ടി വന്നിരിക്കുക മോളെ. അതുകൊണ്ട് മോൾ സൂക്ഷിക്കണം. ഗീതുവിൻ്റെ അച്ഛനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലമ്മേ. അവനെക്കുറിച്ചുള്ള കാര്യങ്ങളും ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഗീതാഞ്ജലി അവൻ്റെ പഴയ കാമുകിയാണെന്ന് വരെയും ഞാൻ അറിഞ്ഞു. അത് കേട്ടതും ശ്രീജയും സരസ്വതിയും ഞെട്ടലോടുകൂടെ രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കുക. അമ്മയുടെ മോനിപ്പോഴും എന്നെ ഉപേക്ഷിച്ച് ഗീതുവിൻ്റെ പിന്നാലെ പോകാനുള്ള പരിപാടിയാണ്. പക്ഷെ ഞാനതിന് സമ്മതിക്കില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അവനെ മൂടുന്ന ശവപ്പെട്ടിയിൽ ഒരാണി ഞാനും അടിക്കും. അത് കേട്ടതും സരസ്വതി, മോളെ സ്വന്തം ഭർത്താവിനെ കുറിച്ച് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഭർത്താവ് അവൻ, അതും എൻ്റെ ഭർത്താവ് അവനല്ല എന്ന് ഞാൻ എന്നെ തീരുമാനിച്ചതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അജാസ് വന്നിറങ്ങിയതും കാറിൽ നിന്നൊക്കെ നോക്കി നിൽക്കുകയാണ് അവർണികയൊക്കെ. അപ്പോഴേക്ക് അജാസ് അവർണികയുടെ അടുത്ത് ചെന്നു. കിഷോർ ഇവിടെ ഇല്ലേ? അപ്പോൾ കിഷോർ വലിയ ആളെ പോലെ ആ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാനിവിടെ ഉണ്ടേ എന്നും പറയാം. അവിടെ ഉണ്ടായിരുന്നോ? എന്നാൽ ഞാൻ അങ്ങോട്ട് വരാം, അവിടെ നിന്നാൽ മതി. അത് കേട്ടോണ്ട് കിഷോർ അവിടെ തന്നെ നിൽക്കും. അപ്പോഴേക്കും അജാസ് അങ്ങ് ചെന്നു. അല്ല എന്താ വന്നത്? അത് പിന്നെ ഗീതുവിൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണമെന്ന് പറയാൻ വേണ്ടി വന്നതാ. ഗീതുവിനെ ഉപേക്ഷിച്ച് മര്യാദയ്ക്ക് ഈ നാട് വിട്ടു പോയിക്കോ. അത് കേട്ടതും പറ്റില്ലെങ്കിലോ? അതെ, എൻ്റെ കയ്യിൽ ഈ ജോലി ഏൽപ്പിച്ചത് നിങ്ങളുടെ രാധിക മേഡമാണ്.
രാധിക മേഡം പറയാതെ ഇവിടുന്ന് പോകുന്ന പ്രശ്നവുമില്ല, ഗീതുവിൻ്റെ ജീവിതത്തിൽ നിന്നും പിന്മാറുന്ന പ്രശ്നവും ഇല്ല. ഓഹോ, ഓസിന് പൈസയും കിട്ടിയ അത് അത്രയും ലാഭം അല്ലേ? അതെ, അങ്ങനെ തന്നെ കൂട്ടിക്കോ. പിന്നെ നിങ്ങളുടെ രാധിക മേഡം പിന്മാറാൻ പറഞ്ഞാൽ ഞാൻ പിന്മാറാം. അത് കേട്ടതും എന്നാൽ രാധിക മാം പറയാതെ തന്നെ നീ പിന്മാറണം. എൻ്റെ ഗോവിന്ദ് സാറിൻ്റെയും ഗീതുവിൻ്റെയും ജീവിതം നശിപ്പിക്കാനാണ് നിൻ്റെ ഉദ്ദേശമെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ എന്നും പറഞ്ഞുകൊണ്ട് അജാസ് തല്ലുക. അപ്പോഴേക്കും അവർണിക, ദേ എൻ്റെ ഭർത്താവിന് എന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ, ആഹാ അങ്ങനെയാണോ, എന്നാൽ പിന്നെ ഇവനെ തല്ലിക്കൊന്നേക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇരുന്ന് ഭയങ്കര അടി. അത് കണ്ട് അവർണിക ഇരുന്ന് ചിരിക്കുക. അപ്പോഴേക്ക് സരോജിനിയും നമ്മുടെ ശ്രീജയും കൂടി ഇരുന്ന് കരയും. അയ്യോ എൻ്റെ മോനൊന്നും ചെയ്യല്ലേ ചേച്ചി, പിടിക്കുക ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കിഷോറിന് അടിയോടടി ഭയങ്കര അടി കിട്ടി കിഷോർ ആകെ അവശനായി. അപ്പോൾ സരോജിനിയും നമ്മുടെ ശ്രീജയും കൂടെ പറയും, അതെ നീ മോനെ അകത്തേക്ക് മോനെ, വെറുതെ അടി കൊള്ളണ്ട പോടാ എന്നും പറയുമ്പോഴേക്കും അവർണിക കിഷോറിനെ മനഃപൂർവ്വം അജാസിൻ്റെ അടുത്തേക്ക് തള്ളി വിടുകയാണ്. അവർണിക തള്ളിയതും കിഷോർ പോയി അജാസിൻ്റെ അടുത്തേക്ക് വീഴുകയാണ്. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. അതേ പ്രേക്ഷകരെ, നമ്മുടെ കിഷോറിന് സ്വപ്നം കണ്ടതുപോലെ തന്നെ അടി ഭയങ്കരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, മാറി മാറി പാഴ്സലായിട്ട്. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു അടിപൊളി ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.